ഹായ്, ഈസ്റ്റർ ഷോട്ട്സ് ഒന്ന് വൈകിയാലും ഇടാമെന്ന് കരുതി. ഈസ്റ്റർ മോർണിംഗ് നല്ല ബിസി ആയിരുന്നു. വേറൊന്നും കൊണ്ടല്ലെന്നേ, രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ റെഡി ആക്കണമായിരുന്നു. അതിന്റെ ഈ അരിയലും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് റെഡിയാക്കിയ ശേഷമാണ് ഞങ്ങൾ ഒന്ന് റെഡിയായി പള്ളിയിൽ പോകാൻ ഇറങ്ങിയത്. പിന്നെ ഒരു ആശ്വാസം, പള്ളി ഇവിടുന്ന് അടുത്തായിരുന്നു. അതുപോലെ തന്നെയാണ് ഇത് എന്റെ ബത്താമിലെ ഫസ്റ്റ് ഈസ്റ്റർ ആണ്. കഴിഞ്ഞ വർഷം വരെ ഞാൻ ഈസ്റ്റർ നാട്ടിലായിരുന്നു ആഘോഷിച്ചത്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ എത്തിയപ്പോൾ എല്ലാവരും പുറത്തു നിൽക്കുകയായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും എല്ലാം രണ്ട് വരിയായിട്ട് നിൽക്കുകയായിരുന്നു. സ്ത്രീകളുടെ കൈകളിലായിരുന്നെങ്കിൽ മാതാവിന്റെ രൂപം പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് 3 കുട്ടികൾ വന്നിന്ന് പാടുകയും ഉണ്ടായിരുന്നു. അതിനുശേഷം സ്ത്രീകൾ എല്ലാവരും വരി വരിയായിട്ട് മാതാവിന്റെ രൂപവും പിടിച്ച് നടന്നു വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മാതാവിന്റെ രൂപത്തിൽ ഒരു കറുത്ത തുണി ഇട്ട് മറച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവര് വരി വരിയായിട്ട് നടന്നു വന്ന് ഈ കുട്ടികളുടെ മുമ്പിൽ കൊണ്ട് മാതാവിന്റെ രൂപം വയ്ക്കുകയായിരുന്നു. കുറച്ചു ശേഷം അതിലെ ഒരു കുട്ടി ആ മാതാവിന്റെ കറുത്ത തുണി എടുത്ത് മാറ്റുകയും അതിനുശേഷം വീണ്ടും ഇവര് ഈ രൂപം എടുത്തുകൊണ്ട് പള്ളിക്കകത്ത് പോവുകയായിരുന്നു ചെയ്തത്. ഈ സമയം പുരുഷന്മാരുടെ ഒരു വരി ഉണ്ടായിരുന്നല്ലോ, അവര് യേശുവിന്റെ രൂപവും കൊണ്ട് പള്ളിയുടെ ബാക്ക് സൈഡ് വഴി അകത്തോട്ട് പ്രവേശിക്കുകയായിരുന്നു. ഇത് വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, മദർ മേരി മീറ്റ്സ് ജീസസ് എന്നൊരു കാര്യമായിരുന്നു ഇത് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ എല്ലാരും പള്ളിക്കകത്തോട്ട് കയറി. അവിടെ ഫുൾ തിരക്കായിരുന്നു, ഇരിക്കാൻ ഒരു സ്പേസ് ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ പിന്നെ പള്ളിയുടെ സൈഡിലോട്ടാണ് ഇരുന്നത്. വേറെ കുറെ പേർക്ക് ഇരിക്കാനായിട്ട് ജസ്റ്റ് ഒരു പന്തലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആരാധന തുടങ്ങുകയും കുർബാന സമയമായപ്പം അച്ഛന്മാരിൽ ഒരാൾ പുറത്തു വരികയും എല്ലാവർക്കും കുർബാന നൽകുകയും ചെയ്തു. ആരാധന അവസാനിച്ച ശേഷം ഇന്തോനേഷ്യ ഫാമിലീസിലെ ബത്താമിലെ മലയാളി ഫാമിലീസിലെ കുട്ടികളുടെ വക ഒരു ഈസ്റ്റർ സ്പെഷ്യൽ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ ശേഷമായിരുന്നു കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ഈസ്റ്റർ ആരാധന കഴിഞ്ഞത്. അതിനുശേഷം എല്ലാവർക്കും അവിടെ തന്നെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല. ഞങ്ങൾ അതിനുശേഷം നേരെ അപ്പാർട്ട്മെന്റിലോട്ട് തിരിച്ചു വരികയായിരുന്നു. കാരണം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ.